ഏപ്രിൽ 12 യോഹന്നാൻ 11:45 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ കയ്യഫാസ് താൻ അറിയാതെ തന്നെ ദൈവത്തിൽ നിന്നുള്ള സത്യം സംസാരിച്ചു അല്ലെങ്കിൽ പ്രവചിച്ചു. വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറയുന്നു, റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് തന്നെയും തൻ്റെ ജനതയെയും സംരക്ഷിക്കാൻ കയ്യഫാസ് ശ്രമിക്കുകയായിരുന്നു. ലോകത്തെ അനുഗ്രഹിക്കാൻ ദൈവം ഈ ഗ്രൂപ്പിൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചു. ജനതകൾ നശിക്കാതിരിക്കാൻ യേശു മരിക്കും. നമ്മുടെ രക്ഷ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പകരക്കാരനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നീതിമാനായ യേശു നീതി കെട്ടവർക്ക് വേണ്ടി മരിച്ചു. ഇതെല്ലാം പെസഹ സമയത്തായിരുന്നു. ദൈവം യഹൂദരെ മുൻകാലങ്ങളിലെ അടിച്ചമർത്തൽ നിന്നും അടിമത്തത്തിൽ നിന്നും എങ്ങനെ വിടുവിച്ചുവെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന വാർഷിക പെരുന്നാളായിരുന്നു പെസഹ. ഇവിടെ ദൈവം അവരെ റോമിൽ നിന്ന് വിടുവിക്കുകയല്ല, മറിച്ച് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിച്ചമർത്തലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന പെസഹ കുഞ്ഞാടായി യോഹന്നാൻ ഇതിനകം യേശുവിനെ വിശേഷിപ്പിച്ചിരുന്നു. ദൈവം നൽകിയ രക്ഷകനാണ് യേശു. പക്ഷേ യഹൂദർ മിശിഹായേക്കാൾ അവരുടെ ജനതയെ തിരഞ്ഞെടുത്തു. ഈ സുവിശേഷ ഭാഗം നമ്മെ ദൈവത്തിലേക്കും ലോകത്തിനൊരു അനുഗ്രഹമായി ജീവിക്കുന്നതിലേക്കും എങ്ങനെ നയിക്കപ്പെടാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ആദ്യ വിളിയായിരുന്നു അത്. അതല്ലെങ്കിൽ അത് നമ്മെ ശത്രുതയിലേക്കും വേർപിരിയിലേക്കും തള്ളിവിടും. നമ്മുടെ പ്രത്യാശയ്ക്കും രക്ഷയ്ക്കും വേണ്ടി നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതും നോക്കുന്നതും എന്താണെന്ന് തീവ്രമായ സമ്മർദ്ദത്തിൻ്റെ കാലങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടായിരിക്കാൻ നാം എല്ലാവരും പ്രലോഭിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരുന്ന ഓരോ വ്യക്തിയും സ്വയം ത്യജിച്ച് അവരുടെ കുരിശെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തെ പിന്തുടരുന്നത് നമ്മുടെ വിഗ്രഹങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് യേശുവിനെ ഉപയോഗശൂന്യമായി കണക്കാക്കാനും യേശുവിനെ ഒഴിവാക്കാനും കഴിയും. എന്നാൽ മതനേതാക്കൾ തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് ദൈവം നന്മയ്ക്കും ജനതകൾക്ക് രക്ഷ നൽകാനും ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നാളത്തെ കുരുത്തോല ഞായറാഴ്ചയ്ക്ക് വേദി ഒരുക്കുന്നു. അടുത്ത 7 ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുമെന്നത് നമുക്കറിയാം. ഈ വരും ദിവസങ്ങളിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്, ഒരു ചോയ്സ്. ഈ ആഴ്ച യേശുവിനോടൊപ്പം നടക്കുക, അല്ലെങ്കിൽ എല്ലാം പതിവ് പോലെ എന്ന തോന്നുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകി. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിശുദ്ധമായ ആഴ്ചകളിലൂടെ നാം ഇന്ന് യേശുവിനോടൊപ്പം നടക്കുമോ? അതോ ഈസ്റ്റർ സ്വീറ്റ്സ് വാങ്ങുന്നതിനും ഈസ്റ്റർ മുട്ടകൾക്ക് നിറം നൽകുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിനും മാത്രമായി ഈ ദിവസങ്ങൾ ചെലവഴിക്കുമോ? മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദാനം നൽകിയ ആ മനുഷ്യനെ അവഗണിക്കുന്നതോ
അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും യേശുവിന് വേണ്ടി ചെലവഴിക്കുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.